അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? 3 നഴ്സറി കുട്ടിയാക്കുണ്ട് കേട്ടോ. 3 നഴ്സറി കുട്ടികള് ഇവിടെ LKG പോണ്ട്. ഇച്ചുവിന്റെ സാധാ സ്കൂളിലാട്ടോ. ഇച്ചു നമ്മളാ ചേപ്പൂരിൽ നിന്നിട്ടില്ലേനോ ഗവൺമെന്റ് സ്കൂള്. ആ സ്കൂളിലാട്ടോ. ഇച്ചു 4ലാണ്. ആ സ്കൂളില് പ്രീ പ്രൈമറി ഉണ്ട്. അവിടെ LKG പഠിച്ചാട്ടോ സുന്ദരി പെണ്ണ്. പിന്നെ 2 സുന്ദരിയാളെ വിശേഷം ഉണ്ട്. 2 നഴ്സറിക്ക് പോയിട്ടോ. വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വീഡിയോസ് എടുക്കാൻ കൂടിയിട്ടില്ല. കാരണം നിൽക്കുമല്ലേ എന്നൊന്നും നോക്കാനും വേണ്ടിയിട്ടാട്ടോ. അത് കൺവെൻഷൻ ഇട്ടുകൊണ്ട് നിൽക്കുമല്ലേ എന്ന് നോക്കാനും. അപ്പൊ പോയപ്പോ ഏട്ടത്തി അഞ്ചത്തി നിന്നിക്കണം കേട്ടോ. താത്താന്റെ കുപ്പായ ഇട്ടിട്ടാണ്ടാ പോയത് ഇയാളെ. അപ്പൊ കുറച്ച് കുപ്പായൊക്കെ വാങ്ങിക്കണം. നഴ്സറിക്കൊക്കെ പോവല്ലേ, സ്കൂളൊക്കെ തുറന്നല്ലേ. അപ്പൊ യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല അപ്പോഴത്തും. അപ്പൊ എന്നാല് കുറച്ച് കുപ്പായൊക്കെ വാങ്ങാൻ പോയത്. നിങ്ങൾക്കൊക്കെ ഒന്നും കാണിച്ചു തരായിരുന്നു. ഇത് ലിനുവിന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഈ 3 കുപ്പായം ഞാന് കോട്ടന്റെ കുപ്പായം നമ്മള് ഏകദേശം 250 ഉറുപ്പ്യ കേട്ടോ. ഇതിന് നല്ല റേറ്റ് ഇല്ല ഒന്നും വാങ്ങിയില്ല. കാരണം ഇവർക്ക് സ്ഥിരം ഇടാനും വേണ്ടിയിട്ടല്ലേ. ലിനുവിന് ഒരു 3 കൂട്ടം ഞാൻ വാങ്ങിയായിരുന്നു സ്കൂൾ തുറന്നപ്പോ കേട്ടോ. 250, 260, 240 ആ റേഞ്ചിലില്ല കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ബലും കൂടി നഴ്സറിക്ക് പോയപ്പോഴേ മഴയല്ലേ. അപ്പൊ ലേസം കൂടി അങ്ങനത്തെ വാങ്ങിട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് കരുതിയിട്ടാട്ടോ. ഒരു സന്തോഷല്ലേ എത്ര ആയാലും അല്ലേ. വിലന്റെ നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് നമ്മളൊരു തീർപ്പതി സന്തോഷല്ലേ മക്കൾക്ക്. ഇതൊക്കെ ഇതിന് 200 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. 200 ഉറുപ്പ്യന്റെ ഡ്രസ്സാണ്. ഇങ്ങനത്തൊക്കെ ഒരു 3-4 വാങ്ങിയവർക്ക് മാറ്റി എല്ലാവർക്കും തരും. ഇതിന് 200 ഉറുപ്പ്യ കേട്ടോ. അങ്ങനെയുണ്ട് മക്കളെ, സൂപ്പറല്ലേ. 3 ആൾക്കും ഒരേ വലുപ്പമായോണ്ട് ഒരേ പോലെ തന്നെ ഇടാം കേട്ടോ. പിന്നെ ഈ ഉടുപ്പാട്ടോ ഇതിന് 240 കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ഇങ്ങനത്തൊക്കെ നല്ല എണ്ണയാളെ 200-നും 300-നും 250-ന്റെ ഒക്കെ. നമ്മള് 1000-ന്റെ 2000-ന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാല് ഒന്നെടുത്താ പോരല്ലോ. ഇവിടെ 3-4 എടുക്കണ്ടേ കൊണ്ടെടുക്കാന്. പിന്നെ സ്കൂൾക്കല്ലേ. അപ്പൊ ഇതൊക്കെ മതി. നന്നായിട്ട് തേച്ച് വെച്ചാ മതി. ഇത് അവിടെ ഡിസ്പ്ലേയില് തൂക്കിയിട്ടതാണ് കേട്ടോ. അതെന്തെങ്കിലും നിറച്ചും ചളി. ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞേ, ചേച്ചി ഇതൊന്നും ആദ്യം സർപ്പും പൊടിയിൽ ഇടണല്ലോ, എന്നാ പിന്നെ ഇതിലൊരു 10 ഉറുപ്പ്യയും കൂടി കീച്ചെന്നാളി കാക്കുച്ച് ചേട്ടോ. 200 ഉറുപ്പ്യൊക്കെ ഓടുന്നും കുട്ടൂല കുപ്പായം പറഞ്ഞാണ്ട്. പിന്നെ ഇതൊരു പാന്റും അതേപോലെ ഇത് കേട്ടോ. ഇതിന് 160 ഉറുപ്പ്യ കേട്ടോ. ഇതൊക്കെ മഞ്ചേരിന്ന് വാങ്ങിയാട്ടോ. നമ്മള് സാധാരണ ചെറിയ കടകൾ ഉണ്ടാവുമല്ലോ. തുൺസാപ്പൊക്കെ കയറിയിട്ടില്ല. ചെറിയ കടകൾ വാങ്ങിയ ലിനുമോക്ക് വാങ്ങിയാട്ടോ. പാന്റും കുപ്പായും എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ 3 ആൾക്കും. ഇതിന് 200, ഇതിന് 240. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയാൽ മതി. നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾക്കും പെരീക്കൊക്കെ പോണല്ലേ, നഴ്സറിക്ക് പോണല്ലേ. ഇതുണ്ടോ? ഇതിന് 240, ഇതിന് 230 കേട്ടോ. ലിനുമോക്ക് പാകം. എങ്ങനെയുണ്ട് മക്കളെ? നഴ്സറിക്ക് പോകണ്ടല്ലോ സുന്ദരി കുട്ടികളല്ലേ. പാടിക്കൂടെ ചെറുച്ചടില്ല കേട്ടോ. ഉള്ളി കുത്തും തെളുക്കൊന്നും ഇല്ലായിട്ടാണ് ചെറി വരാത്തത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. രസല്ലേ? നല്ല ചൊറിച്ചില്. എന്റെ കുട്ടിക്ക് നല്ല ചൊറി. ഇതിന് 260 കേട്ടോ. വെള്ളം ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം വെള്ളം വാങ്ങിയ ചളിയാക്കി എത്തിക്കാണ്ട് ഇപ്പൊ ഒരു വൃത്തി കണ്ടപ്പോ വാങ്ങിയതാട്ടോ. പിന്നെ ഒന്നും കൂടി അതേപോലെ കളറില് ലിനുവിന് ഒന്നും കൂടി വാങ്ങിട്ടോ. ഇതിനും 250, 260 ഒക്കെയാണ് കേട്ടോ. കോട്ടന്റെതാ വാങ്ങി കേട്ടോ. എന്നാല് സ്കൂൾക്ക് ഇടാനാ മക്കളെ. എന്നും വേണ്ടേ. ഇപ്പൊക്കെ യൂണിഫോം ഇട്ടിട്ടില്ല. തുണി കുപ്പായൊന്നും അധികമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാണ് ഈ ലിനുവിന്റെ കുപ്പായിട്ട് കണ്ടാണ് പോലെ. അങ്ങനെ കാട്ടല്ലേ ഒരു ചീത്താറി. എന്റെ സുനാമാക്കിയൊക്കെ പോലെ കാണൂലേ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? 200, 250 ഉറുപ്പ്യൻ്റെത്. ഇതൊക്കെ മതി തന്നെയാളെ. സ്കൂൾക്കല്ലേ എന്നും പോവാല്ലേ അല്ലേ. അങ്ങനെ ഒരു 3-4 വാങ്ങി. നമ്മള് ഇനിയിപ്പൊ ഒരു 10 ഉറുപ്പ്യന്റെ ആണെങ്കിലും 10,000-ന്റെ ആണെങ്കിലും നിങ്ങൾക്കൊന്നും കാണിച്ചു തന്നാൽ ഇച്ചും തീർപ്പതിയാരം നിങ്ങൾക്കും തീർപ്പതിയാരം. നമുക്ക് 200 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. ഇതിന് 160 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. ഇതിന് ടോപ്പ് ഇനി 2 കേട്ടോ. ഇത് കുഞ്ഞിത്താത്താൻ്റെ ആണ് ഈ കുപ്പായങ്ങള്. നഴ്സറിക്ക് പോണ തലേന്ന് പോയിക്കാണ്ടേ 2 വാങ്ങിയായിരുന്നു. ഇട്ടുകൊടുക്കാൻ നേരത്തില്ലായിട്ടേ. ആ പെരുന്നാൾക്ക് നമ്മളൊന്നും എടുക്കും. അത് പിന്നെയും 10 വട്ടം സ്കൂൾ പോകുമ്പോ അത് ഇടുക തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ഒന്നാണ് വാങ്ങിയത് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ. പിന്നെന്താ ലേക്ക തിന്നോ? അതിൻ്റെ കൂടെ ലേക്കച്ചോളം മോള് ചെറിച്ച
ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം പറഞ്ഞ പോലെ ലേഹം സൂപ്പർ ആട്ടോ മക്കളെ. തിന്നാത്ത കുട്ടിയോളം എല്ലൂർക്കും മത്തിയൂർക്കും വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ പറയണ ആ ഒരു ഇതുണ്ടല്ലോ, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ആദ്യമായിട്ട് പ്രായപൂർത്തിയാണോലൊക്കെ വാങ്ങിക്കോളിട്ടോ. നമ്മള് അത് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കുമല്ലോ. അത് കുട്ടികൾ തിന്നൂല, ചമർപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ കാട്ടല് സുസ്മിതാദാസേ. പിന്നെ നമ്മളെ ഇച്ചുമാക്ക് ബുധനാഴ്ച എന്നും പോകുമ്പോ ഇടാണ്ട് കേട്ടോ. ഇടാന് ഇതൊക്കെയാ രസം തന്നെയാളെ. ഇതിന് 280 കേട്ടോ കോട്ടൻ്റെതില്ലേ. ഞാൻ ഇങ്ങനത്തെ നോക്കി വാങ്ങിയട്ടോ. രസം വെച്ചോ നീച്ചാ നോക്കട്ടെ. ഇതിന് 280 കേട്ടോ. 280 300 തോന്നുന്നു കേട്ടോ. 300 ആണോ 280 ആണോ നോക്കില്ല. വില കുറഞ്ഞ ഇതിന്റെ കളർ ചേഞ്ച് ആട്ടോ. ഇത് വേറെ നോക്കിട്ടോ അതേ റേഞ്ചില് വില കുറഞ്ഞ റേഞ്ചില് രണ്ടെണ്ണം എടുക്കാൻ. അപ്പൊ വേറെ മോഡലൊന്നുമില്ല, അതന്നെ ഉള്ളു. പിന്നെ ഇവർക്ക് സ്കൂൾക്ക് പോകുമ്പോ ഇടാനേ ഇല്ല. ഞാൻ ഒരു ഗതികേടല്ലേ നമ്മളിങ്ങനെ പറയുന്നു. ആ ഇട്ട തന്നെ ഇടുകയാണ്, മട്ട തന്നെ ഇടുകയാണ് അറിയാം. പറയാം എല്ലാരും അങ്ങനെ തന്നെ, എല്ലാരുടെ പെരയിലും അങ്ങനെ തന്നെ. പെരുന്നാളിനും ഒരു ഡ്രസ്സ് വാങ്ങും, കല്യാണവും ഒരു ഡ്രസ്സ് വാങ്ങും. അത് പാത്തിച്ച് മുറിച്ചുണ്ടാക്കണം. അല്ലെങ്കിൽ ഇതേപോലെ 200 റുപ്യേന്റെ 100 റുപ്യേന്റെ ഒക്കെ വാങ്ങും പറയും. അപ്പൊ ഒന്ന് രണ്ടെണ്ണം വാങ്ങിയതാട്ടോ സ്കൂളിൽ പോകുമ്പോ. അപ്പൊ ഇഷ്ടായോ എനിക്ക് സുസ്മിതാദാസെ? നഴ്സറിയിൽ പോയി ഇരുന്നുട്ടോ. ഇരിക്കൂല കരുതിയിരുന്നു. ഇങ്ങോട്ട് നിന്ന പൊന്നുമണിയെ. അങ്ങനെ 200 റുപ്യക്കൊക്കെ ലാഭല്ലേ? ഇത് 50 റുപ്യന്റെ തട്ടാട്ടോ. മോള് ചുരിച്ച അത് ഉദിച്ചാണ് ഉമ്മ. ഇത് കണ്ടിട്ടേ നല്ല രസമല്ലേ ഉണ്ണിയാളെ? നല്ല രസമുണ്ട്. ലച്ച് ചെറുപ്പതിയാണ് ഇങ്ങനെ തോക്കട്ടോ. പിന്നെ വീഡിയോയിലൊക്കെ ക്ലാരിറ്റി കൂടണമെങ്കിൽ ജാതി ഷാളുകളൊക്കെ ഇടണം. 50 റുപ്യൊക്കെ ഉള്ളൂ. 50 റുപ്യന്റെ ഷാളോ 100 റുപ്യന്റെ ഷാളൊക്കെ വാങ്ങൽ തന്നെ ഞാൻ ആ വീഡിയോസിൽ ഇടുന്ന കേട്ടോ. അതാ ഒന്നും കൂടി ഉണ്ട്. ഇതൊക്കെ ഇത് രസല്ലേ മക്കളെ? ഇതിനും 200 റുപ്യ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു 3-4 ഡ്രസ്സ് വാങ്ങി പറയാ. ഒക്കെപ്പാട് 1500 2000 റുപ്യൊക്കെ ഒപ്പിച്ച് കൂട്ടി കാണാൻ ഡ്രസ്സ് വാങ്ങി. ഒരു 3-4 സ്കൂൾക്ക് പോവാ. 3നും യൂണിഫോമും ഇല്ല. എന്നും വേണ്ടേ അവന്റെ എന്നാ ഒക്കെ. ഞാൻ പാത്തൊക്കെ ഇത് കാല് പൊക്കല്ലേ ചീത്ത പറയോലി. കാല് ഇനി അത് 100 റുപ്യക്ക് 4 ട്രൗസർ കേട്ടോ. ട്രൗസർ എന്നും ഉണങ്ങാച്ചേ അത്തേരം എല്ലാവർക്കും 100 റുപ്യക്ക് 4 ട്രൗസർ കേട്ടോ. അപ്പം കർച്ചീഫ് നഴ്സറിക്ക് പോകാല്ലോ. അപ്പൊ എല്ലാവരും കൈയടിച്ച ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറയും. ലൈക്ക് ചെയ്യാൻ പറയും. ഞങ്ങളെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നേ ലൈക്ക് ചെയ്യാൻ പറയും. ഇന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലേ? അല്ല ഇന്നലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലേ നട്സ് പൊടിൻ്റെത്. അപ്പൊ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ലേഹ്യം അധികം ആളുകളും ചോദിച്ചിട്ടുണ്ട് ചെറുമക്കൾക്ക് തരുമോ. ഞാന് നമ്മളെ ലാഭം മാത്രം നോക്കിയാ പോരല്ലോ. എന്റെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളെ കുട്ടികളെയും കാണല്. അപ്പൊ കുഞ്ഞു മക്കൾക്ക് ലേഹ്യം കൊടുക്കണ്ട. നമ്മക്കിപ്പോ കൊണ്ടേക്കോളി അറിഞ്ഞാണ് വാങ്ങിച്ചാൽ മതി. പൈസ വാങ്ങി പോക്കറ്റിൽ ഇട്ടാ മതി. പക്ഷെ ഞാനത് ചെയ്യലില്ല. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ഇന്നെ അറിയണതാണ്. കുഞ്ഞു മക്കളില്ലാണ് എനിക്കും. അപ്പൊ ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. പല കുട്ടികളാണ് അപസ്മാരം, അലർജിക്ക് ഇങ്ങനെയൊക്കെ എല്ലാ കുട്ടികളുണ്ടാവും. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ ഈ 5 വയസ്സിന് താഴെ നമ്മൾ ലേഹ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഡോക്ടേഴ്സിന്റെ നല്ല ചീത്തയേക്കും. അപ്പൊ ഏത് ലേഹ്യം ആയാലും 5 വയസ്സിന് മേലെ കൊടുത്താൽ മതി കുട്ടികൾക്ക് കേട്ടോ. 5 വയസ്സിന് താഴെ നട്സ് പൊടി ഉണ്ട്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ധാന്യക്കൂട്ടും കൂട്ടി ഉണ്ടാക്കിയാണ് നട്സ് പൊടി. നിങ്ങൾക്ക് 6 മാസം മുതൽക്ക് കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാം. നമ്മള് രാഗിയൊക്കെ വരകണ മതി, വെള്ളത്തിലൊന്ന് ഇളക്കിയിട്ടൊന്ന് കുറുക്കിയാൽ മതി. അതിക്ക് ഒരു പാൽപ്പൊടിയോ അല്ലെങ്കിൽ പാലോ ഒന്നും ഉപയോഗിക്കണ്ട. എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് അതില്. പിന്നെ നമ്മളെ കുട്ടികൾക്ക് 5 വയസ്സ് 10 വയസ്സ് വരെയുള്ള മക്കൾക്ക് ഏകദേശം നിങ്ങൾക്ക് ആ പൊടി തന്നെ കൊടുത്താൽ മതി. പാലിൽ കലക്കി കൊടുക്കുക. ചെറിയ ചൂടുള്ള പാലിലൊക്കെ കലക്കി കൊടുക്കുക. ഇനി പാലില്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാലില് കലക്കി കൊടുത്താൽ മതി. നട്സ് പൊടിയും അതേപോലെ ന്യൂട്രിയൻസും എന്താ ഇതിന്റെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൽ ആഡിങ് ആണ്. എന്താ പറയാ ധാന്യക്കൂട്ടുകള് ഒക്കെ കേട്ടോ. അപ്പൊ അതിൽ പാൽപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കലക്കി കുടിച്ചാ. ഈ കുട്ടികളുണ്ടാവുമല്ലോ കാലുകൊണ്ട് ഭയങ്കര. എന്റെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഓലൊക്കെ രാത്രിയായ കാലുവേദന പറഞ്ഞുകൊണ്ട് കരയും. അതേപോലെ ഇവർക്ക് ഒരു ഉന്മേഷമില്ല, ഉണർവില്ല. സ്കൂളിൽ പോയി വന്നാലേ ഭയങ്കര ക്ഷീണമായിരുന്നു. മെലിഞ്ഞിട്ട് ഒത്തും തിന്നൂല, നെഞ്ചും പൊന്തിച്ച് പള്ളി ഒട്ടി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അതെന്താന്നോ അവർക്ക് കാൽസ്യം പ്രോട്ടീനും നേർക്ക് കിട്ടായിട്ടാണ്.
അപ്പൊ നമ്മളെ പൊടി അത് ഞാൻ ഇന്റെ പൊടിയായിട്ട് പറയല്ല കേട്ടോ, അത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ന്യൂട്രിയൻസിന്റെ പൊടി, ന്യൂട്രിയൻസിന് ധാന്യക്കൂട്ടൊക്കെ കൂട്ടിയാൽ നല്ല നാച്ചുറൽ ആയിട്ട് വീട്ടിലുണ്ടാക്കണം. ഞാൻ എന്റെ കുട്ടികൾക്ക് അതാണ് കലക്കി കൊടുക്കുന്നത്. ഇവരൊക്കെ പാലിലായാലും ഒക്കെ കലക്കി കുടിച്ചിട്ടുണ്ട്. പാലില്ലെങ്കിൽ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ അതിൽ കലക്കിയിട്ട് നിറച്ചു ആക്കണ്ട, അതിൻ്റെ ഒരു 3/4 ഭാഗം ആക്കിയാൽ മതി. ചെറിയ 10 റുപ്യേന്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ പൊട്ടണേ, അപ്പൊ അതിലാക്കിയാണ്ട് ഇവരൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കുറുക്കിയാണ്ട് കൊടുക്കാൻ ഞാൻ അമ്മക്കൊക്കെ കുറുക്കി കൊടുക്കും. വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓൽക്കൊക്കെ നല്ലതാണ് കേട്ടോ. എല്ലിക്ഷയം ബലക്ഷയത്തിനൊക്കെ ഈ ഷുഗർ പേഷ്യന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓൽക്കൊക്കെ എൻ്റെ അമ്മക്കൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. ധാന്യക്കൂട്ടൊക്കെ ഇറങ്ങിയതല്ലേ. അപ്പൊ ചെറിയൊരു ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കി നട്സ് പൊടി സൂപ്പറാണ്. ഗർഭിണികൾക്കൊക്കെ പാലിൽ കലക്കി കുടിച്ചാട്ടോ. ഡോക്ടേഴ്സ്മാർ ചിലപ്പോൾ എഴുതണ ചില ഗർഭിണികൾക്ക് പറ്റൂല അതിന്റെ ചോദ്യം കാര്യങ്ങളൊക്കെ. നമ്മളത് കഴിക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്തായാലും ഒരു മണം ചോയൊന്നും ഉണ്ടാവില്ല. ധൈര്യത്തിൽ കുടിച്ചാൽ കുട്ടികൾക്ക് പ്രോട്ടീനും കാൽസ്യമൊക്കെ കിട്ടും. വളർച്ച കൂടുതലൊക്കെ ആയിട്ട് കിട്ടും കുട്ടികൾക്ക് കേട്ടോ. പിന്നെ പ്രസവിക്കാനൊക്കെ ആയാലും കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പെറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് പാലുണ്ടാവും. കാരണം നട്സൊക്കെ അല്ലേ അതിൽ അടങ്ങിയത്. നട്സൊന്നും വാങ്ങി തിന്നാൻ കഴിച്ചാത്തോലും ഉണ്ടാവും. എപ്പോഴും എല്ലാവർക്കും നട്സ് വാങ്ങി തിന്നാൻ കഴിച്ചാലുണ്ടാവില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇടക്കഴിഞ്ഞിപ്പോ 2 ദിവസം കൂടുമ്പോഴായാലും ഒന്ന് പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ പെറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് പാലും ഉണ്ടാവും. ഞാൻ അതൊക്കെ പരീക്ഷിച്ചാട്ടോ. ഞാൻ എന്ത് സാധനം ഇറക്കുമ്പോഴും എനിക്ക് തോന്നിയതല്ല ഞാൻ വിടല്. ഞാൻ ഉപയോഗിച്ചതാണ്. എന്റെ ബേബിയാളൊക്കെ വയറ്റിലില്ല. നീ തന്നോട് തരാൻ പറഞ്ഞാല് എനിക്കിപ്പൊ ഇനി ചാനലിൽ നിന്ന് ഒരു ചീത്ത അറിയുന്നേ പോയി അവിടെ 2-3 ഇവരൊക്കെ പള്ളിയില്ലെന്നേ ഞാന് നന്നായിട്ട് അങ്ങനെയൊക്കെ പൊടിച്ചു കണ്ടൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. എന്റെ കുഞ്ഞാമാളൊക്കെ നെടുത്തൊക്കെ കൊണ്ടുവരുമ്പോഴേ അങ്ങനെ കൂട്ടി പൊടിച്ചു കണ്ട് അതൊക്കെ എന്റെ ഉമ്മാക്ക് നല്ലോ അറിയായിരുന്നു കേട്ടോ. ഉമ്മാക്ക് അന്നൊക്കെ വലിയ കുഴപ്പമില്ലല്ലോ, അമ്മ ഉണ്ടാക്കി തരും. അപ്പൊ പൊടിച്ചു കാണ്ട് അതൊക്കെ ഞാന് ഇങ്ങനെ കുടിച്ചു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ഇവര്. അതേപോലെ നന്നായിട്ട് പാലും ഉണ്ടാകലുണ്ട്. പിന്നെ പെറ്റെടുക്കുമ്പോ ഉമ്മ ഈ ലേഹ്യം ഉണ്ടായി തരും. അതാണ് ഈ നട്സിന്റെ ലേഹ്യവും നട്സിന്റെ പൊടിയും ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് എടുപ്പിച്ചണം കേട്ടോ. തൊളി ധൈര്യത്തിൽ ഉപയോഗിക്കുക. പ്രസവിച്ച് കിടക്കുന്നവരൊക്കെ പാലുണ്ടാകാനൊക്കെ സൂപ്പറാണ്. ഇനി പ്രസവിച്ച് കിടക്കുന്നവര് പെരും തടിയില്ലോലും ഉണ്ടാവും. ഓല് വരെ തടി വന്നാവും താത്ത പേടിച്ചിട്ട് 1-2 ബോട്ടിൽ തിന്നാൽ മതി. പാലുണ്ടായി തുടങ്ങി നമുക്ക് ആ ബറച്ച് പനിയൊക്കെ വരുമല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞാണ് നിർത്തിക്കോണ്ടി. പിന്നെ കുട്ടിക്ക് അങ്ങനെ ഇടക്ക് ക്ഷീണത്തിനും ഇതിനൊക്കെ കഴിച്ചാൽ മതി. അപ്പൊ വാണ്ടിയാലൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. ലേഹ്യമൊക്കെ നമ്മൾ പുതിയത് ഉണ്ടാക്കിയാണ്. ഇന്നലെ നിങ്ങൾക്കറിയാം എല്ലാ ശനി ഞായറും ദിവസങ്ങളിൽ നമ്മളിവിടെ ലേഹ്യം ഉണ്ടാക്കലുണ്ട്. നാച്ചുറലായിട്ട് ഉണ്ടാക്കണ തന്നെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയലുണ്ട്, കയ്യിൽ കിട്ടിയാലും ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം. നനഞ്ഞ സ്പൂൺ ഇടുക, സ്പൂട്ടൊക്കെ കൈയിടുക, ഡയറി കഴിക്കാക്കാം. ഞാൻ 2 ദിവസം കഴിച്ച് 2 ദിവസം കഴിക്കാതെ നിങ്ങൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ വിരുന്നൊക്കെ പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിക്ക് കയറ്റിക്കൊണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് 3-4 ദിവസം കഴിഞ്ഞൊക്കെ വരുമ്പോൾ അതിന്റെ മുകളിൽ പൂപ്പൽ ബാധയും കാര്യങ്ങളൊക്കെ വരും. അത് നാച്ചുറൽ സാധനം എപ്പോഴും പൂപ്പലും കംപ്ലൈന്റും വരും. കാരണം നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് കെമിക്കൽ കാര്യങ്ങളൊക്കെ ആഡിങ് ചെയ്യണം. നമ്മളത് ചെയ്യലില്ല. നമ്മളിത് ഉണ്ടാക്കുക, ഫ്രഷാണ് വിട്ടുകൊടുക്കുക. അതിന്റെ ആവശ്യമില്ലല്ലോ, എല്ലാം ഞായറാഴ്ചയും ഉണ്ടാക്കണതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിശ്വാസം നിങ്ങൾക്ക് അല്ലേ നല്ലോണം ഉണ്ട്. അപ്പൊ ആ രീതിക്ക് നമ്മള് വൃത്തിക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കലുണ്ട്. കേട് വന്നോട്ടെ, കേട് വന്നാല് പുതിയത് അങ്ങോട്ട് റിട്ടേൺ വിട്ടുകൊടുത്താൽ പോരെയെന്ന് കരുതണം. നമുക്ക് നിങ്ങൾക്കായാലും ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും അതേപോലെ അമ്മക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഞാൻ ഒരിക്കലും ചെയ്യലില്ല. കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് തരാം. കാരണം കടയിലൊക്കെ 3-4 വർഷമൊക്കെ നിൽക്കണ പോലെ നമ്മളെ ലേഖ്യം നിൽക്കൂല. കാരണം അത് അങ്ങനെ വെക്കണതാണ്. അപ്പൊ നമ്മളത് അങ്ങനെ ചെയ്യലില്ല, കെമിക്കൽ ആഡിങ്ങും ചെയ്യലില്ല. അപ്പൊ കംപ്ലൈന്റ് വരും. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോളി. അതിന് എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ ചെയ്തുതരും. അതിന്മ പൊടിച്ചടക്കിയാല് ആ സ്റ്റിക്ക് ഇഞ്ഞി പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ വാങ്ങി തരില്ല. ഇപ്പൊ ചീത്ത അറിയാം. അത് വാങ്ങിയപ്പോ തന്നെ എന്നോട് ചീത്ത അറിഞ്ഞു കാണാൻ വാങ്ങിയത്. അങ്ങനെ വാങ്ങണ്ട പറഞ്ഞത്. വാങ്ങാഞ്ഞാൽ പറ്റൂല. എന്നും 600-700 റുപ്യേന്റെ സാധനം വാങ്ങിക്കാണ്ട് എന്നും നസി കുസിയാവും. ഇപ്രാവശ്യം 3-4 റുപ്യേന്റെ വാങ്ങിയതാണ്. വാങ്ങിയിട്ട് ഏകദേശം 2-3 മാസമായിട്ടോ. നാളൊരു വീഡിയോസിൽ ഞാൻ കാണിച്ചതില്ല. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ട്, ഒരു സെറ്റപ്പും ഉണ്ട്. പക്ഷെ ഈ കുഞ്ഞുമക്കളില്ലോടത്ത് നമ്മളിപ്പോ എന്ത് സാധനം നല്ല ക്വാളിറ്റിയില് വാങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനൊക്കെ അറിയില്ലേ. അതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് പായുമ്പോഴേ നിലത്തേക്ക് വീണാ ചവിട് പൊടിയോ. അപ്പൊ നട്സ് പൊടി ആയാലും ലേഹ്യായാലും ആവശ്യമുള്ളവർ വിളിച്ചോളി. പിന്നെ കുറെ ആൾക്കാര് ഫുള്ള് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെയാണ് നിങ്ങളെ അതിന്റെ റബ്ബേ മോളെ അത് അങ്ങോട്ട് പോയിക്കാം. അങ്ങോട്ട് നോക്കിയേ, ആ സ്റ്റിക്ക് ഇപ്പൊ കൊയിഞ്ഞാടും. അണുകണേ അങ്ങോട്ട് പോയി
അപ്പൊ നിങ്ങളെ ഞാൻ തന്നെയാണ് പൂതിയെപ്പിച്ചിരുന്നത്. അത് കണ്ടുകാണ്ട് എന്ത് നമ്മൾ ഒരുപാട് മെസ്സേജ് നിറഞ്ഞു കിടക്കണ്. താത്ത ബൺ മെറ്റീരിയൽസ് തരുവോ ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല. ഓർക്ക് ഈ സ്കൂളൊക്കെ തുറക്കല്ലേ, ഒരു കൊല്ലത്തിനൊക്കെ LKG ഒക്കെ വാങ്ങി വെച്ചാല് ഈ ഒരു സാധനം എനിക്കറിയാം. ബണ്ണ് വാങ്ങിക്കാണ്ട് നമ്മള് തലയിലിട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് സ്കൂളിൽ തരുമ്പോ ആ ബണ്ണുണ്ടാവില്ല. എന്നിട്ട് ഞാൻ മുടി വാരി കെട്ടിക്കാണ്ട് മുടി പിടിച്ചിക്കാണ്ട് എറാപ്പുറം ചുറ്റി നടക്കുക വരില്ല ഒരു ബണ്ണ് കിട്ടാനും വേണ്ടിയിട്ട്. അതെല്ലാരും അവസ്ഥ അങ്ങനെ തന്നെ. അപ്പൊ അധികം ആളും എൻ്റെ അടുത്തുനിന്ന് വാങ്ങലുണ്ടായിരുന്നു. RKG KG ഒക്കെ വാങ്ങിയാൽ ഒരു കൊല്ലത്തിനും ഒക്കെ ഉണ്ടാവും. അതങ്ങനെ മുറിച്ചെടുത്താൽ മതി. അത് ചുമ്മാൻ്റെ ആണ്. ഇതൊക്കെ കൊണ്ടേക്കാം. നിങ്ങളിവിടെ നിർത്തിയാൽ തന്നെ ശരിയാവില്ല. ഇതാ ഇതൊക്കെ കൊണ്ടുപോയിക്കാണ്. അപ്പൊ ബണ്ണിന്റെ മെറ്റീരിയൽസ് നിങ്ങളെ ഞാൻ തന്നെ പൂതിയെപ്പിച്ചില്ലേ. അപ്പൊ അത് ഉണ്ട് എൻ്റെ അടുത്ത്. കുറച്ച് സ്റ്റോക്ക് ഔട്ട് ആയത് തന്നെയാണ്. അന്ന് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ ആ മോഡൽസുകൾ. ഞാനൊന്നും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. കാണിച്ചു തന്നിട്ട് 250-ന്റെയും 500-ന്റെയും പാക്ക് ആക്കി വെക്കും. കൊറിയർ കവറൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെഡി ആക്കിയിട്ട് ഞാൻ ഷോർട്സ് ഇടും. എന്നാ പിന്നെ എനിക്കും ഗതികേടില്ല, ഇങ്ങൾക്കും ഗതികേടില്ല. പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തരിയാത്ത കൊടുന്നോ വിട്ടോ പറഞ്ഞാണ് ബേജാറാകാരം. അപ്പൊ പിന്നെ വേഗം പാക്ക് ആക്കി വെച്ച് കഴിഞ്ഞാല് അതാണ് അഡ്രസ്സ് എഴുതിക്കാണ്ട് വേഗം വിടാനുള്ളൂ. പോസ്റ്റ് സർവീസിലൂടെ വിട്ടേരട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ലേഹ്യാല് എന്തായാലും മറ്റേ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ഇപ്പൊ ഞങ്ങളിവിടെ ആനക്കയത്താണ്, പറയാനായിക്കൂല. ഞങ്ങളിവിടെ ആനക്കയത്താണ്. അപ്പൊ കൊറിയർ ഓഫീസ് മഞ്ചേരിയാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും പോയി ദൂരം എടുക്കേണ്ടി വരും. മഴയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. വണ്ടിയും സ്കൂട്ടിയൊക്കെ ഇല്ലാത്ത പെരാളില്ല. അല്ലെങ്കിൽ മഴയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഗതികേടാരും. അപ്പൊ എന്ത് സാധനം അടുത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും പോസ്റ്റിലൂടെ വിടണം താത്താന്ന് പറഞ്ഞോണ്ടി. അഡ്രസ്സിന്റെ അടിയിലൊന്നും എഴുതി വെച്ചോണ്ടി. എന്നാ പിന്നെ വോയിസ് നമ്മൾ കേൾക്കൂലല്ലോ. എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കും. പോസ്റ്റ് ആണെങ്കിൽ കൊറിയറും 3-4 ദിവസമാണെങ്കിൽ പോസ്റ്റ് സർവീസ് ഏകദേശം 2 ദിവസം കൂടി നേരം വെക്കും. പക്ഷെ വീട്ടിൽ കൊടുന്നേരും. ബേജാറാവണ്ട, സാധനം വീട്ടിലെത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ 10 അതിനൊരു നിർവ്വഹണം ഉണ്ടായിത്തരും. നിങ്ങൾ ബേജാറാവണ്ട. പിന്നെ എപ്പോഴും ഞാൻ പറയണാണ്, ഏത് കൊറിയർ സാധനം എൻ്റെ അടുത്തൊന്ന് വാങ്ങുകയാണെങ്കിലും 6, 7, 8 ഈ ദിവസത്തിന്റെ ഉള്ളിൽ സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മെസ്സേജ് വിടണം കേട്ടോ. കാരണം സാധനം അടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു നമ്പർ ഉണ്ടാവില്ല. എന്തേലൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. മനുഷ്യന്മാരല്ലേ. ഞാനൊരു കഥയിൽ ഇത് തന്നെയാണ്. ആ പ്രിന്റിങ് മെഷീൻ കുറേ ദിവസമായി മക്കളെ വാങ്ങണം കരുതണം. ഇവിടെ ഒന്നുമില്ലല്ലോ, ദൂരെ പോകണല്ലോ. അപ്പൊ അതിനൊരു ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇക്കാണ്ട് വാങ്ങണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യോണ്ട്. നിങ്ങളെ പ്രാർത്ഥന ഉണ്ട് ഉയരങ്ങളിലൊക്കെ എത്താൻ. പെരും മഴ ഉണ്ട്. അപ്പൊ മെറ്റീരിയൽസിന്റെ ഷോർട്സ് ഇടും.